അറിയേണം നിത്യവും ഉയിരിന്നുമാഴത്തിൽ പൊരുളായി വിളങ്ങും പ്രഭാമയനേ. അറിയേണം നിത്യവും ഉയിരിന്നുമാഴത്തിൽ പൊരുളായി വിളങ്ങും പ്രഭാമയനേ. അറിയേണം നിത്യവും നിൻ സ്നേഹശീലങ്ങൾ അകതാരിൽ ഞങ്ങൾ കൊടുത്തിടുമ്പോൾ, അകതാരിൽ ഞങ്ങൾ കൊടുത്തിടുമ്പോൾ. ഒരു വാടിയിൽ പൂത്ത പല പൂക്കൾ പോലവെ ഒരുമിച്ചു ചേർത്തു നീ ഞങ്ങളെയും. ഒരു വാടിയിൽ പൂത്ത പല പൂക്കൾ പോലവെ ഒരുമിച്ചു ചേർത്തു നീ ഞങ്ങളെയും. അതിലെന്നും സൗമ്യം അറിവായി നിൽക്കണേ, തെളിയട്ടെ ശാന്തി തൻ പൊൻകിരണം. അതിലെന്നും സൗമ്യം അറിവായി നിൽക്കണേ, തെളിയട്ടെ ശാന്തി തൻ പൊൻകിരണം. അറിയേണം നിത്യവും ഉയിരിന്നുമാഴത്തിൽ പൊരുളായി വിളങ്ങും പ്രഭാമയനേ. ഹലോ, അറിയോ എന്നെ? എനിക്ക് മനസ്സിലായില്ല. ആരാ? എന്നോട് കുറച്ചു നേരം സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? എന്തിനാ? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, ചോദിച്ചിട്ട് പറയുന്നുമില്ല, പിന്നെ ഞാനെന്തിന് സംസാരിക്കണം? സോറി, എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. മണിക്കുട്ടി, 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 മണിക്കുട്ടി. മണിക്കുട്ടി, മണിക്കുട്ടി. എന്താടാ ഗിരിക്കുട്ട? ഇന്ന് മണിക്കുട്ടിയുടെ പിറന്നാളായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താടാ? എനിക്ക് മണിക്കുട്ടീനോട് ഐ ലവ് യു. ഐ ലവ് യു? എന്നോടോ? ആ, എനിക്ക് ഒത്തിരി ഇഷ്ടാ. എടാ ഗിരിക്കുട്ട, നീ എന്നെക്കാളും 5 വയസ്സല്ലേത്, അത് നിനക്കറിയാവോ? അതിനെന്താ, ഇഷ്ടപ്പെട്ടൂടെ? നീ ഒരു കാര്യം ചെയ്യും, പോയിട്ടൊരു 20 വർഷം കഴിഞ്ഞിട്ടോ. 20? അപ്പം മണിക്കുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി വേറെ താമസിക്കായിരിക്കൂലേ? എന്നാലും കുഴപ്പമില്ല, നീ വന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. എന്നാലും കുഴപ്പമില്ല, നീ വന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. കഷ്ടമുണ്ട് കേട്ടോ ഗിരി. അന്ന് കുഞ്ഞിലെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ചിരുന്നു. അയ്യോ മണിക്കുട്ടി, പേടിക്കണ്ട. എന്നെ സ്നേഹിക്കണമെന്ന് പറയാൻ വന്നതൊന്നുമല്ല ഞാൻ. 20 വർഷം കഴിഞ്ഞ് വരാൻ പറഞ്ഞു, വന്നു. ഒരു കൗതുകം, അങ്ങനെ കണ്ടാൽ മതി ഇതിനെ, അങ്ങനെ മാത്രം. എനിക്കറിയാം മണിക്കുട്ടിക്ക് ഇപ്പോൾ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്. ഒന്ന് കാണണം തോന്നി, വന്നു. എന്തേ അങ്ങനെ തോന്നാൻ? അറിയില്ല, എനിക്കതറിയില്ല മണിക്കുട്ടി. മണിക്കുട്ടി, ആ പേരൊക്കെ എന്നേ മറന്നുപോയി ഗിരി. ലക്ഷ്മി, ഇപ്പം ആ വിളികൾ മാത്രമേ കേൾക്കാറുള്ളൂ. ഭർത്താവും കുട്ടികളൊക്കെ? പുള്ളി ടൗണിലൊരു ബേക്കറി നടത്തുക. 2 കുട്ടികൾ, ഗൗരിയും ഗണേഷും. മൂത്തയാൾ 10 പഠിക്കുന്നു,
ഇളയവൻ 7. ഉം. എൻ്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. എന്തിനാ വഹിക്കുന്നേ? നോക്കിക്കൂടായിരുന്നോ? ചന്ദ്രോത്സവത്തിൽ ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഒരാളെപ്പോലെ 9 പേരുണ്ടെന്ന് പറഞ്ഞ വെറുതെ, ഒരാളെപ്പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. മണിക്കുട്ടിക്ക് ഇപ്പോൾ ജോലി ഉണ്ടല്ലേ? കൃഷിഭവനില്ല. നീ ഇപ്പം എന്ത് ചെയ്യുന്നു? ആഡ് ഫിലിം ഡയറക്ടറാണ്. എറണാകുളത്ത് ഒരു ആഡ് ഫിലിം കമ്പനിയുണ്ട്. ആഹാ, കൊള്ളാലോ. നല്ലത് വരട്ടെ. എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കാറുണ്ടായിരുന്നു എന്നെ. നിങ്ങളിവിടുന്ന് താമസം മാറിപ്പോയതിന് ശേഷം ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് സുഖമല്ലേടാ? സുഖം. എൻ്റെ കല്യാണത്തിന് നിന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. 2007 കല്യാണം. 2007 സെപ്റ്റംബർ 16, മുഹൂർത്തം 10:30-നും 11-നും ഇടയ്ക്ക്. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ വന്നിരുന്നു മണിക്കുട്ടി. ആ വേഷത്തിലൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടു, തിരിച്ചു പോന്നു. കഷ്ടമുണ്ട് കേട്ടോ ഗിരി. എന്നിട്ട് നീ എന്നെ വന്നൊന്ന് കണ്ടില്ലല്ലോ, മിണ്ടിയില്ല. നീ എന്തെങ്കിലും കഴിച്ചിട്ടാണോ ഇവിടെ പോയത്? അല്ല, ആ ചോറ് കഴിച്ചാൽ എനിക്ക് ഇറങ്ങിപ്പോകില്ല മണിക്കുട്ടി. പിന്നെ ഒരു 3 വർഷം ഞാനിവിടെ ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? അതൊക്കെ പോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ മണിക്കുട്ടി. നമ്മൾ പഠിച്ച സ്കൂളിൽ നമുക്കൊന്ന് പോയാലോ? എനിക്കറിയാം മണിക്കുട്ടിക്ക് ഡ്യൂട്ടിക്ക് കാരണം തിരക്കാണ്, വേഗം വിട്ടേക്കാം. ഒന്ന് പോയാലോ? നമ്മുടെ വിദ്യാലയം എത്രയെത്ര ഓർമ്മകൾ ഒഴുകുന്ന ഇടനാഴികൾ. ഇവിടെ എത്രയെത്ര പ്രണയങ്ങൾ പൂവിട്ടിരിക്കുന്നു, എത്രയെത്ര പ്രണയങ്ങൾ കൊഴിഞ്ഞു വീണിരിക്കുന്നു. നീ ഓർക്കുന്നുണ്ടോ ഗിരി, സ്കൂളിലെ ചുവര് മുഴുവൻ നീ മണിക്കുട്ടി എന്ന് എഴുതി വെച്ചിട്ട് ഹെഡ് മാഷ് നിന്നെ തല്ലിയത്? ഞാനൊന്നും മറന്നിട്ടില്ല മണിക്കുട്ടി. ഞാനതൊക്കെ എന്നേ മറന്നുപോയി ഗിരി. പക്ഷേ ഇപ്പം അതൊക്കെ ഓർത്തെടുക്കാൻ ഒരു രസം തോന്നുന്നു. മണിക്കുട്ടിക്ക് ഒരു കാര്യം അറിയും. വൈകിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ മണിക്കുട്ടി ഇരുന്നിടത്ത് തനിയെ വന്നിരിക്കാറുണ്ട്. ഡെസ്കിൽ മണിക്കുട്ടി എന്നെഴുതി അവിടെ മുഖം വെച്ച് കിടക്കും. അപ്പോൾ എനിക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു മണിക്കുട്ടി, നിൻ്റെ സാമീപ്യം. അയ്യോ, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഓരോന്നോർത്തുപോയി, അതാ. ഏയ്, ആ സാരില്ലടാ. നിൻ്റെ കൂട്ടുകാർ സതീഷ് സുധിയും അവരെ ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. നിങ്ങൾ 3 പേരും ആയിരുന്നല്ലോ ഒറ്റ കൂട്ടുകാർ. ഞാൻ കണ്ടിട്ട് കുറേയായി. മണിക്കുട്ടി, ഞാനൊരു കാര്യം പറയട്ടെ? എന്താടാ? നമ്മുടെ സ്കൂളിൽ ഈശ്വര പ്രാർത്ഥന ചൊല്ലാറുള്ള മണിക്കുട്ടിയായിരുന്നല്ലോ. എനിക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടിത്തരാമോ? പാട്ടോ? പാട്ടൊക്കെ എന്നേ പോയി ഗിരി. ഇപ്പം പാടാറൊന്നുമില്ല, ശ്രമിക്കാറില്ലെന്നുള്ളതാണ് സത്യം. എന്തായാലും എനിക്ക് വേണ്ടി ഒന്ന് പാടിക്കൂടെ? ശരിയാവില്ലടാ, ശരിയാവില്ലെന്ന് എനിക്കറിയാം. ഇന്നും ഒരു വിങ്ങലായി ആ പാട്ടെൻ്റെ മനസ്സിലുണ്ട് മണിക്കുട്ടി. ഒന്ന് പാടിക്കൂടെ? അറിയേണം നിത്യവും ഉയിരിന്നുമാഴത്തിൽ പൊരുളായി വിളങ്ങും പ്രഭാമയനേ. അറിയേണം നിത്യവും ഉയിരിന്നുമാഴത്തിൽ പൊരുളായി വിളങ്ങും പ്രഭാമയനേ. അറിയേണം നിത്യവും നിൻ സ്നേഹശീലങ്ങൾ
അകതാരിൽ ഞങ്ങൾ കൊടുത്തിടുമ്പോൾ, അകതാരിൽ ഞങ്ങൾ കൊടുത്തിടുമ്പോൾ. ഒരു വാടിയിൽ പൂത്ത പല പൂക്കൾ പോലവെ ഒരുമിച്ചു ചേർത്തു നീ ഞങ്ങളെയും. ഒരു വാടിയിൽ പൂത്ത പല പൂക്കൾ പോലവെ ഒരുമിച്ചു ചേർത്തു നീ ഞങ്ങളെയും. അതിലെന്നും സൗമ്യം അറിവായി നിൽക്കണേ, തെളിയട്ടെ ശാന്തി തൻ പൊൻകിരണം. അതിലെന്നും സൗമ്യം അറിവായി നിൽക്കണേ, തെളിയട്ടെ ശാന്തി തൻ പൊൻകിരണം. അറിയേണം നിത്യവും ഉയിരിന്നുമാഴത്തിൻ പൊരുളായി വിളങ്ങും പ്രഭാമയനേ. നമുക്ക് പോവാം ഗിരി. എനിക്കിനി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വയ്യ. പോവാം. ഇനി എന്നാണ് നമ്മൾ കാണുന്നത്? അറിയില്ല, ഇനി കാണുമെന്നും അറിയില്ല. ഞാൻ ചോദിക്കാൻ മറന്നു, നീ എങ്ങനെയാ വന്നത്? കാറുണ്ട്, നമ്മുടെ അമ്പലത്തിനടുത്തുള്ള ഹാളിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടേക്കോ. നമ്മൾ അങ്ങോട്ടാണ് പോണത്. Happy birthday to you. Happy birthday to you. ഇത് ഞങ്ങൾ മണിക്കുട്ടിക്ക് ഒരുക്കിയ ഒരു ചെറിയ പിറന്നാൾ സമ്മാനമായിരുന്നു. കഷ്ടമുണ്ട് കേട്ടോ ഗിരി. ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി. എന്റെ കൂടെയുള്ള പ്രേതാണെന്ന് വിചാരിച്ചു. സതീഷേ, സുധി, ഇത് നിങ്ങളുടെ പ്ലാനായിരുന്നു അല്ലേ? അല്ല ലക്ഷ്മി ചേച്ചി, മാസ്റ്റർ പ്ലാനൊക്കെ ദേ ഗിരി. ഞാനൊരു കളവ് പറഞ്ഞിരുന്നു, അതൊന്ന് തിരുത്തണം. എന്ത്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഒരു കളവായിരുന്നു. ഇതാ ആള്, വീണ. ചേച്ചിയെ പറ്റി ഗിരി എപ്പോഴും പറയാറുണ്ട്. ഞാനാ പറഞ്ഞ ചേച്ചിക്ക് ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കുന്ന കാര്യം. ശരി ശരി, എന്തായാലും വാ, സമയങ്ങളിലേക്ക് കുറിക്കാം. വാ വാ. Happy birthday to you. Happy birthday to you. എന്നാ ഞാൻ പൊക്കോട്ടെ ഗിരി. പൊക്കോ, ഡ്യൂട്ടിക്ക് കയറണ്ടല്ലേ. ഇനി എന്നാ കാണുക? കാണാം, എന്തെങ്കിലുമൊക്കെ കാണാം. എന്നാ ഞാൻ പൊക്കോട്ടേടാ.
എന്നാൽ ഞങ്ങൾ പോട്ടടാ. ആ ചെല്. ആ ആദരാഞ്ജലി പറിച്ചാണ് ഞങ്ങൾ. നീ ചത്തു എന്ന് പറഞ്ഞ ആൾക്കാർ വിചാരിക്കണ്ടല്ലോ. കഴിഞ്ഞോ നാടകം? നീ പെട്ടെന്ന് ഭാര്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായി. പിന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ജീവിതത്തിൽ എല്ലായിടത്തും തോറ്റുപോയി ഞാൻ. എവിടെയെങ്കിലും ഒന്ന് ജയിക്കേണ്ട വീണേ. ഞാനൊരു കാര്യം പറയട്ടെ ഗിരി, എന്താടി? നിനക്ക് ഇനിയെങ്കിലും ഒരു കല്യാണം കഴിച്ച് ജീവിച്ചൂടെ? എന്തിനാ വെറുതെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കണേ? 3 വർഷം ഭ്രാന്താശുപത്രി കിടന്നവൻ്റെ ജീവിതം ഇനി എന്ത് നശിക്കാനാ വീണേ?